ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ചോക്കോ ബാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ മോൾഡൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്കോ സ്റ്റിക്കാണ് ചെയ്യുന്നത്. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജ്യൂസ് ജാറിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിലാണ് കേട്ടോ. തിളപ്പിച്ചിട്ടുള്ള പാലൊന്നുമല്ല, ഡയറക്റ്റ് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കൊരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കേക്കിനൊക്കെ വേണ്ടി എടുക്കുന്ന ക്രീം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടി വരും. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ എടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കോളും. ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക, മധുരം പാകത്തിനുണ്ടോ എന്നുള്ളത്. ഒരു പൊടി മധുരം മുൻപിൽ നിന്നോട്ടെ, കാരണം ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മധുരം തീരെ ഇല്ലാത്ത പോലെ ആവും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഒരു സൈഡിലിരിക്കട്ടെ. അടുത്തതിന് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. താഴെ തട്ടരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അംശം ഉള്ളിലേക്ക് വരാനേ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ചോക്ലേറ്റ് മെൽട്ടായി കിട്ടില്ല കേട്ടോ. ഇതിലേക്കൊരു കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുക്കുന്നത്. മിൽക്ക് ആയാലും കുഴപ്പമില്ല, ഒരു സെമി കളറായിട്ട് വരുന്നതായാലും മതി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അടിയിൽ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ചൂടിൽ നന്നായിട്ടങ്ങ് മെൽട്ടായിക്കോളും. എന്നിട്ട് ഇടയ്ക്ക് മിക്സ് ആക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ മെൽട്ടാവണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വെള്ളം തിളപ്പിച്ചാൽ മതിയാകും. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ചോക്ലേറ്റ് മെൽട്ടാക്കുന്ന സമയത്ത് പാത്രത്തിൽ വെള്ളം ഉണ്ടാവരുത്. അടിയിൽ നിന്നുള്ള വെള്ളം പാത്രത്തിലേക്ക് എത്താനും പാടില്ല കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് മെൽട്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഇതുപോലത്തെ ബൗൾ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ ഒരു സ്റ്റീൽ പാത്രം ആയാലും മതിയാകും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ. അപ്പം ഇതും ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിപ്പപ്പിനൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന കവറുണ്ടല്ലോ, അതാണ് കേട്ടോ എടുക്കുന്നത്. നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ കണ്ടിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത്, അതായത് ആ ഒരു നല്ല ചൂടിൽ വേണ്ട, അത്യാവശ്യം ഒന്ന് റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കവർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ആക്കി കൊടുക്കുക. കുറേ വേണ്ട കേട്ടോ, ഇത്ര തന്നെ മതിയാകുക, അല്ലെങ്കിൽ ഭയങ്കര കട്ടിപ്പായി പോകും. ഇനി ഇത് നമ്മൾ ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അതായത് കവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു ചെറിയൊരു കോട്ടിങ് വരുന്ന രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഇങ്ങ് താഴേക്ക് ഒന്നങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് മേലേക്ക് ചോക്ലേറ്റ് വേണ്ട, നമുക്കിത് കെട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പകുതിയിലും കുറച്ച് കൂടുതൽ മതിയാകും. ഇതുപോലെ ചോക്ലേറ്റ് ആക്കിയെടുത്തതിന് ശേഷം ഇനി കവർ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചിടുക. അതായത് ഇങ്ങനെ തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുമ്പം ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഹോള് കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ വെച്ച് ചെറുതായിട്ട് നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് കിട്ടിക്കോളും. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഫണലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ടി വരില്ല. ആ ഒരു ചോക്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് നിറയാനുള്ളത് പാകത്തിന് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലായി പോകണ്ട. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കണേ. അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. 1-2 ചെയ്യുമ്പോൾ നമുക്കത് ശരിയായി കിട്ടിക്കോളും. അപ്പോൾ എപ്പോഴും വലിയൊരു കവർ എടുക്കാൻ തന്നെ നോക്കണേ, ചെറിയ സിപ്പപ്പിൻ്റെ കവറായി പോകരുത്. ഇതുപോലെ നല്ലോണം തിരിച്ചിട്ട് കെട്ടിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12-13 സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു വലുപ്പത്തിലൊക്കെ. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഒരു 4 to 6 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. ഫ്രീസറിൻ്റെ തണുപ്പൊക്കെ അനുസരിച്ചിട്ട് എന്തായാലും നല്ല കട്ടയായി നല്ല സെറ്റാവുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 6 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കവർ ഇങ്ങ് താഴേക്ക് ഇങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ സുഖമായിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കാമെന്നേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ചോക്കോബാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിൻ്റെ ഉള്ളിൽ മിക്സ് ഒരു ഇതല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരൈറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സെമി ആണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്